UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള മിഡിൽസ്ബ്രോയിലാണ്. ബ്രോൺലി കോട്ട് കെയർ ഹോമിന്റെ ഡയറക്ടറായ വർഗീസ് തോമസ് ചേട്ടനെയാണ് നമുക്ക് പരിചയപ്പെടുന്നത്. എൻ്റെ പേര് വർഗീസ് തോമസ്, ഡയറക്ടർ ഓഫ് ACM കെയർ ഗ്രൂപ്പ്. ഞാൻ നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വയലായിലാണ് എൻ്റെ വീട്. ഈ 2000 UK വന്ന നാളുകൾ മുതൽ NHS ആൻഡ് വേരിയസ് ഫയർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ലഭിച്ചു. തുടർന്ന് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു കെയർ ഗ്രൂപ്പിൽ മാനേജറായി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പ്രൊമോഷനായി ഓപ്പറേഷൻ മാനേജറായി ജോലി ചെയ്യുകയും ആ ഗ്രൂപ്പിൻ്റെ ഓവറോൾ ഇൻചാർജായി 5 കെയർ ഹോംസ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു കെയർ ഹോമിൻ്റെ മാനേജറായി സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേഷൻ മാനേജർ പ്രൊമോഷൻ കിട്ടുകയും 5 ഹോംസ് നോക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഇതുപോലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളൊരു ജീവിതത്തിൻ്റെ ഭാഗ്യവും ദൈവാനുഗ്രഹവുമായി ഞാൻ കാണുന്നു. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കാലത്തുള്ള എക്സ്പീരിയൻസും അത് റൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തമായ നഴ്സിംഗ് ഹോം സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ഈ 2000 ഞാൻ എൻ്റെ ഫസ്റ്റ് കെയർ ഹോം ന്യൂകാസിൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ പോലെ ഞങ്ങളുടെ ബിസിനസ്സിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. എങ്കിലും വി മാനേജ് ടു ടേൺ അറൗണ്ട് സക്സസ്ഫുള്ളി. ഈ 2000 കൂടി ഞങ്ങളുടെ ബിസിനസ്സിനെ ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് ബിസിനസ് അവാർഡ് നോർത്ത് ഈസ്റ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വിജയമായി കണക്കാക്കപ്പെടുന്നു. ഇത്രയും കെയർ ഹോമുള്ള രാജ്യത്തെ ഇതുപോലെ ഒരു അവാർഡ് കരസ്ഥമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വിജയമാണ്. ഇതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനും കൊണ്ട് നോർത്ത് ഈസ്റ്റിലെ ഞങ്ങളുടെ കെയർ ഹോം എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും നോർത്ത് ഈസ്റ്റിലും സ്കോട്ട്ലൻഡുമായി അനേകം കെയർ ഹോമുകൾ മേടിക്കുകയും ബിൽഡ് ചെയ്യുകയും ഉണ്ടായി. ഇന്ന് ന്യൂകാസിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അണ്ടറിൽ ഏകദേശം 1000 സ്റ്റാഫ് വർക്ക് ചെയ്യുകയും ഞങ്ങൾ 850 റെസിഡൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നു. ഇതിൽ സക്സസ് ആകുവാൻ സാധിച്ചത് എൻ്റെ സ്റ്റാഫിൻ്റെ ഒരു കോപ്പറേഷൻ എന്നോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായി റീസെൻ്റ്ലി ഞങ്ങൾ ന്യൂകാസിലെ ഒരു ഓസ്കി ട്രെയിനിങ് സ്ഥാപിക്കുകയും ഓവർസീസിൽ നിന്ന് വരുന്ന നേഴ്സുമാരെ ഇവിടെ NMCക്ക് പിൻ നമ്പർ കിട്ടുന്നതിന് സഹായിക്കുകയാണ്. ഏകദേശം 250 നേഴ്സുമാരെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുകയും അവർക്ക് പ്രൈവറ്റ് സെക്ടറിലും NHS സെക്ടറിലും ജോലി കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്തു. നമ്മുടെ കെയർ ഹോമിൽ 2 ടൈപ്സ് ഓഫ് റെസിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പ്രൈവറ്റ്ലി ഫണ്ടഡും ഒന്ന് സോഷ്യൽ സർവീസ് ഓർ NHS ഫണ്ടഡുമാണ്. NHS ഫണ്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനുവൽ വരുമാനം 23,250 താഴെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് കെയർ കംപ്ലീറ്റ്ലി പെയ്ഡ് ബൈ NHS ഓർ സോഷ്യൽ സർവീസ്. എല്ലാ ഹോമും ഒരു ഹോട്ടൽ ഫെസിലിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇൻഡിവിജ്വൽ റൂമും അതിനുള്ള ഓൺസൈറ്റ് ഫെസിലിറ്റീസും TVയും സോഫയും ഇൻ്റർനെറ്റും ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ റെസിഡൻസിന് റിലാക്സിന് വേണ്ടിയുള്ള ഹെയർ സലൂണ്, ലോഞ്ച്, സിനിമ റൂമും ഞങ്ങളുടെ എല്ലാ ഹോമിലും അവൈലബിൾ ആണ്. നഴ്സിംഗ് ഹോം UKയിൽ ഹൈലി റെഗുലേറ്റഡ് ആൻഡ് മോണിറ്റേഡ് ബൈ കെയർ ക്വാളിറ്റി കമ്മീഷനാണ്. കെയർ ക്വാളിറ്റി കമ്മീഷൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ UK കെയർ ഹോം റൺ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവരുടെ ഗുഡ് റേറ്റിംഗ് ആണ് നമ്മുടെ ഈ ഹോമിനെ തന്നെ പിടിച്ചു നിർത്തുന്നത്. CQC അല്ലാതെ അതർ ഗവർണിംഗ് ബോഡീസ് നമ്മുടെ നഴ്സിംഗ് ഹോമിനെ മോണിറ്റർ ചെയ്യും. ലൈക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഫയർ സേഫ്റ്റി, ഫുഡ് ഹൈജീൻ, എൻവയറമെൻ്റൽ ഹെൽത്ത്, അവരുടെ എല്ലാം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് UK കെയർ ഹോം എന്ന് പറയുമ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഇന്നും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് റൺ ചെയ്യുന്നത് കൊണ്ട് ഐ പേഴ്സണലി പ്രൊമോട്ട് ദ കെയർ ഹോംസ് ബിക്കോസ് to look after elderly residents at home is a very complex. We need a trained staff, equipment and safe environment to give a proper care. ഇന്ന് നമ്മൾ കാണുമ്പോൾ UKയിൽ ഒരു കെയർ ഹോം എന്നുള്ളത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡ് തന്നെയാണ്. കാര്യം നമുക്കറിയാം ഇവിടെ ഒത്തിരി എൽഡർ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അവരെ ടേക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് എന്താണെങ്കിലും കെയർ ഹോം ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ. അപ്പം ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ പോകുന്ന മലയാളി കമ്മ്യൂണിറ്റി അവരോട് എന്താണ് പേഴ്സണലി ഇത്രയും നാളത്തെ ഈ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്? UKയിൽ എൽഡർലി പോപ്പുലേഷൻ കൂടി വരുന്നത് കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരുവാനും അത് നടത്തുവാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് UKയിൽ അവൈലബിൾ ആണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, യു ഷുഡ് മേക്ക് ഷുവർ ദ സ്കിൽസ് ആൻഡ് നോളജ് ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ്. അതുപോലെ തന്നെ UKയിലെ റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി ഇത് ഒത്തിരി ചിലവേറിയ ബിസിനസ് ആയതുകൊണ്ട് മേക്ക് ഷുവർ സാമ്പത്തികമായി നിങ്ങൾക്ക് സൗണ്ട് ആയിരിക്കുകയും ഒരു ബാങ്കിൻ്റെയോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ഫീൽഡ് ഇത്രയും സക്സസ് ആയിട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് എന്താണ്? എൻ്റെ മെയിൻ സക്സസ് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫും 3 ചിൽഡ്രനുമാണ്. വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ആദ്യം മുതൽ തന്നെ എന്നെ ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ശരിക്കും നാട്ടിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ചിന്താഗതിയാണ്. നമ്മളോട് ചോദിക്കുന്നത് ഒരു കെയർ ഹോം വിസയുണ്ടോ? കാരണം എല്ലാവർക്കുടെയും ഒരു തെറ്റായ ധാരണയുണ്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ വേണ്ട എന്നുള്ളൊരു ധാരണയുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? UKയിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. എങ്കിലും എല്ലാ കെയർ ഹോമിലും റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവരുടെ റെഫറൻസും പോലീസ് ക്ലിയറൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുള്ളൂ. സ്റ്റാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ 3 months ഇൻഡക്ഷൻസും മാൻഡേറ്ററി ട്രെയിനിങ്ങും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
പലപ്പോഴും നമ്മുടെ സ്റ്റാഫ് മാൻഡേറ്ററി ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാതെയും റിഫ്രഷ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒത്തിരി അപകടങ്ങൾ ഈ സെക്ടറിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ സെക്ടറിലേക്ക് വരികയും ഏതെങ്കിലും കെയറിങ്ങിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ മാൻഡേറ്ററി ട്രെയിനിങ്ങും അവരുടെ ഓൺലൈൻ ട്രെയിനിങ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കെയർ ഹോം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ നിന്നും ഇന്നത്തേക്ക് ബൈ.